ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആണ്. സംഭവം നമ്മുടെ ചെക്കൻ എത്തിയിട്ടുണ്ട്. ചെക്കൻ നല്ല അടിപൊളിയായി ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. നൗഫലാണ്, നൗഫൽ തലശ്ശേരി. പറയുമ്പോഴേക്ക് ഇയാളില്ല, ഭയങ്കര ഒരു വില്ലനാണ്. ഇവിടെ 15-20 കൊല്ലം എന്തൊക്കെ ആയി ഇവിടെ വന്നിട്ട്. നമ്മുടെ കസബില് നമ്മുടെ ഒറ്റ മിത്രമാണ്. പിന്നെ ഇതുവരെ വീഡിയോയിൽ എത്തിപ്പെടാൻ അദ്ദേഹത്തിന്റെ ഈ സാഹചര്യം അനുവദിച്ചില്ല. ഇപ്പോഴാണ് എത്തിയത്. വല്ലാത്ത ജാതിയാണ് കേട്ടോ സംഭവം. ഞങ്ങളിപ്പോ ഒരു ചെറിയൊരു ചിന്ന ട്രിപ്പ് ഇടാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. അപ്പോ അദ്ദേഹം വീഡിയോന്റെ മുമ്പിലേക്ക് അങ്ങനെ വരുന്നില്ല. അങ്ങനെ ആ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും മൂപ്പർക്ക്. ജസ്റ്റ് ഒന്ന് നമ്മുടെ വ്യൂസിനോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ്. അപ്പൊ ഞങ്ങള് മീനക്ക് പോവുകയാണ് ഗൈസ്. അടിപൊളിയായിട്ട് ഇവിടെ അതെല്ലാം ഈത്തപ്പന തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിയുടെ ചുറ്റുവട്ടത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസ് ആണ്. പോരാത്തതിന് ഇവിടെ ഗ്രോസറി ഉണ്ട്. പിന്നെ നമ്മുടെ യൂസുഫ് ഖാൻ്റെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ, നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ യൂസുഫ് ഖാൻ നാദാപുരക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഒരു ചായക്കടയാണിത്. പിന്നെ ഈ നമ്മുടെ കസബിൽ പുതിയതായിട്ട് വരുന്ന ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഈ മലന്റെ മണ്ണ്, അതുപോലെ മീനയാണിത്. ഇവിടെയാണ് നമ്മുടെ ദുബായിൽ നിന്നും അതുപോലെ തന്നെ പല പല രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ നിന്നിട്ട് ഫിഷിങ്ങിനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരു തുറമുഖമാണ് ഇത്. മാമുക്കാരൊക്കെ പണ്ട് മറ്റേ നാടോടിക്കാറ്റിൽ വന്ന് മാമുക്ക മോഹൻലാലിനെയും ശ്രീനിവാസിനെ ഇറക്കിയ പോലത്തെ ഒരു കോർഫ്ഖാൻ പോലത്തെ ഒരു സ്ഥലമാണ് ഗായ്സ്. ഇത് നമ്മുടെ നൗഫല് അന്നും കൂടുതൽ അങ്ങനെ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ തൊള്ളയിൽ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നൗഫൽ നല്ലൊരു ഡ്രൈവറാണ് കേട്ടോ. സംഭവം വെച്ചാൽ ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവറാണ്. കസബില് ഹെവി ലൈസൻസ് അത് നേരെ പോക്കോ. ഇതാണ്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു 5-6 വർഷം മുമ്പ് മീനാമൂസ് ഉണ്ടോ എന്ന് പറയുന്ന മീന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ മൊത്തം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ മാറിപ്പോയി ഗൈസ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് മീന. നല്ല ഒരു സ്ഥലമാണ്, അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഗൈസ്. അപ്പൊ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തില് ആ ബെല്ലൈക്കൺ കൂടി അടിച്ച് ചവിട്ടി പൊട്ടിച്ചാൽ മതി. പിന്നെ കുറച്ച് മുമ്പിലേക്ക് കേട്ടോ. ഇവിടെ അല്ല, ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആണ്. കുറച്ച് മുമ്പിൽ വെച്ചോളൂ. നേരെ മുമ്പിൽ വിട്ടു. നേരെ മുമ്പിൽ ആ ഡൈനിന്റെ നേരെ പുറകിൽ വെച്ചാൽ മതി വണ്ടി. റൈറ്റ് പോട്ടെ. അപ്പൊ ഇവിടെ പുതിയ മാർക്കറ്റ് വരുന്നുണ്ട് ഗൈസ്. ഇതൊന്നും മാർക്കറ്റ് ഒന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. കസവ് മാർക്കറ്റ് ആണ് ഇത്. കസവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ഘാടനം ആയിട്ടില്ല. ഇപ്പൊ നജാദ് പുതിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ട്, ഒരു കാറൊക്കെ എടുത്തിട്ട് പിന്നൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മീനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. മീനിൽ നൗഫൽ ഇങ്ങനെ മീനിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ് ഇതൊക്കെ. സൂപ്പറായിട്ടുള്ളൊരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ലാഞ്ചുകളും വണ്ടികളും മീനെടുക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ബഷീർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ്. കസബിൻ്റെ സ്വന്തം അളയപ്പ. അതുപോലെ തന്നെ 100 രൂപായി കസബ്. നല്ല ഈ കഴിഞ്ഞ ഈ മറ്റേ KSTയുടെ മിന്നും താരം മൻസൂർ ഉണ്ട്. മൻസൂർ കൊല്ലം. ജാവേദ് കൊല്ലം റിയാസ് ഉണ്ട്. കൊല്ലം റിയാസ് എന്ന് പറയുന്ന ഈ ഇതാണ് മൻസൂർ. ഇവിടുത്തെ എത്ര വർഷമായി മൻസൂർ നിങ്ങള്? 35 കൊല്ലമായി. മാഷാ അല്ലാഹ്. എങ്ങനെ എന്ത് മീനിന്റെ പണിയാണോ? എങ്ങനെ മീനിന്റെ നല്ല എങ്ങനെ ഇവിടുന്ന് എങ്ങനെ കയറ്റി വിടുന്നതാണോ? മീൻ എങ്ങനെയാണ് കയറ്റി വിടുന്നത്? ഇവിടുന്ന് കയറ്റി വിടുന്നത് ഈ വണ്ടിയിലാണല്ലേ? ആ പിടിക്കാം, വെട്ടി പിടിച്ച് പെട്ടെന്ന് കയറ്റിക്കോട്ടാ. ऐसे हमारा पाकिस्तानी भाई है. अदा शमशू भाई ये इंडिया का पास है, बांग्लादेशी आदमी है. ഇതാണ് ഒരുപാട്
കളികൾ കാഴ്ചവെക്കുന്ന സുനൈഫാണ്. സുനൈഫ് ഉപ്പള. ഇത് ലൈവാ. ഇതാണ് നമ്മളെ ബബാസ് ബായ്. ഇവിടെ കേരളത്തിൻ്റെ സ്വന്തം അമീച്ചയാണ്. അമീച്ച തിരിയുന്ന കാത്തു നിൽക്കുകയാണ്. അതാണ് അമീച്ച. അമീച്ച തകർത്തുകൊണ്ടിരിക്കുകയാണ്. അമീച്ച തകർത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.